ഹൈ കൂട്ടുകാരെ, ഹൈ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ അത്ഭുതങ്ങൾ നിത്യം നടന്നിടുന്നു. ദൈവത്തിൻ കരുതലുകൾ നാം അനുഭവിച്ചിടുന്നു. ദൈവവചനത്തിനാ നമ്മെ വളർത്തിടുന്നു. ദൈവത്തിൻ സ്നേഹത്തിനാ സർവം പുലർന്നിടുന്നു. ദൈവത്തിൻ അത്ഭുതങ്ങൾ നിത്യം നടന്നിടുന്നു. ദൈവത്തിൻ കരുതലുകൾ നാം അനുഭവിച്ചിടുന്നു. രാജാവിന്റെ രക്ഷകനാ കർത്താവിറങ്ങി വന്നു. കോട്ടയെ ഇടിച്ചിടുവാൻ ആർപ്പിന്തുനി മുഴങ്ങി. നേരെ കയറിയവർ പട്ടണം പിടിച്ചെടുത്തു. ജയത്തിൻ ഘോഷം മുഴങ്ങി. ആനന്ദ നൃത്തം ചവിട്ടി. ആനന്ദ നൃത്തം ചവിട്ടി. നമ്മെ കാണുന്നതാ, നമ്മെ കാക്കുന്നതാ. നാഥന്മാർ വീഴ്ചയിടാം. നാഥന്മാർ വീഴ്ചയിടാം. ദൈവത്തിൻ അത്ഭുതങ്ങൾ നിത്യം നടന്നിടുന്നു. ദൈവത്തിൻ കരുതലുകൾ നാം അനുഭവിച്ചിടുന്നു. ജനം ആർപ്പിട്ടാൽ പട്ടണം അതിൽ വീഴുമോ? ബുദ്ധിമാന്മാരായ ലോക മനുഷ്യന്റെ കാഴ്ചയില് ഭോഷത്വം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ആത്മീയ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ, അല്ലേ? 1 കൊരിന്ത്യർ 1:18 മുതൽ 25 വരെ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. യെരിഹോ മതിലിന്റെ മുകളിലാണ് രാഹാബും കുടുംബവും താമസിച്ചിരുന്നത്. ഈ മതിലിന് 20 അടി വണ്ണമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. മാനുഷികമായി വിശ്വസിക്കാനാവുകയില്ല, എന്നാൽ അത് സംഭവിച്ചു. എബ്രായർ 11:30 നമുക്ക് കാണുന്നു, അല്ലേ? ആർപ്പിന്റെ ആ വിശ്വാസത്തിന്റെ തെളിവാണ് ആർപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം പറഞ്ഞതുപോലെ ആർപ്പിട്ടാൽ വീഴുമെന്ന് അവർ വിശ്വസിച്ചു. യെരിഹോ പിടിച്ചടക്കിയപ്പോൾ യോശുവ രാഹാബിനെയും പിതൃഭവനത്തെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു, അല്ലേ? നമുക്കറിയാം, രാഹാബ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ കയർപ്പറ്റി. അവൾക്ക് ഒരു വലിയ പദവി അവൾക്ക് ലഭിച്ചു. പിന്നീട് നാം കാണുന്നത്, അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു. യെരിഹോ നഗരത്തിനെതിരായിട്ട് യോശുവ ഉച്ചരിച്ച ആ ശബ്ദം 1 രാജാക്കന്മാർ 16:34 നമുക്ക് അത് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം നിറവേറിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. കൂട്ടുകാരെ, യെരിഹോ കീഴടക്കിന് ശേഷം അടുത്തത് അവരുടെ ലക്ഷ്യം ഹായ് എന്ന ചെറിയ പട്ടണമായിരുന്നു. യോശുവ അവിടേക്ക് ആളയച്ചു. അത് ഒറ്റുനോക്കി വരാനായിട്ട് കൽപ്പിച്ചു. എന്നാൽ തിരികെ വന്നപ്പോൾ യോശുവ പറഞ്ഞു, എല്ലാവരും അവിടെ പോകണ്ട, കാരണം 2000-ഓ 3000-ഓ പോയാൽ മതി, അവിടെ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 3000 പേർ ഹായിലേക്ക് പോയി. പക്ഷേ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റ് ഓടി. ഇസ്രായേൽ മക്കളിൽ 36 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോൾ യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് സാഷ്ടാംഗം വീണ് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അയ്യോ കർത്താവായ യഹോവേ, നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്താ? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു
പറയണ്ടു. കനാന്യരും ദേശനിവാസികളും ഒക്കെയും കേട്ട് ഞങ്ങൾ ചുറ്റി വളഞ്ഞ ഭൂമിയിൽ നിന്ന് കളയുമല്ലോ, നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. ജനം പരാജയപ്പെട്ടതിനാൽ യോശുവയുടെ ഹൃദയം തകർന്നു. അപ്പോൾ ദൈവം മറുപടി നൽകിയപ്പോൾ യോശുവ നടുങ്ങിപ്പോയി. എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമഗ്രികൾക്കിടയിൽ അത് വെച്ചിരിക്കുകയാണ് എന്ന് ദൈവം പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, പാപം എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കര കാര്യമായിട്ടാണ് ദൈവം കാണുന്നത്. ജനത്തിന്റെ പാപനിമിത്തമാണ് അവർ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്നും ദൈവം അരുളി ചെയ്തു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ കൊടുത്തതിൽ ഒരെണ്ണം മോഷ്ടിക്കരുത് എന്നാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വാക്യം അത് തന്നെയാണ്. ഇന്നത്തെ വാക്യം പുറപ്പാട് 20:15. മോഷ്ടിക്കരുത്. പുറപ്പാട് 20:15. ദൈവത്തിൻ അത്ഭുതങ്ങൾ നിത്യം നടന്നിടുന്നു. ദൈവത്തിൻ കരുതലുകൾ നാം അനുഭവിച്ചിടുന്നു. God bless you.